പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നവരാണ്. എന്നാൽ നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉടനെ നമുക്ക് മറുപടി ലഭിക്കും, ചില കാര്യങ്ങൾ നമുക്ക് മറുപടി ഉടനെ ലഭിക്കാറില്ല. എന്നാൽ നാം ദൈവസന്നിധിയിൽ അപേക്ഷിച്ച ഉടനെ നമുക്ക് മറുപടി ലഭിച്ചാൽ നമുക്ക് വളരെ സന്തോഷമുണ്ടാകും. എന്നാൽ അപേക്ഷിച്ച് പല നാളുകൾ അപേക്ഷിച്ചും വിടുതലില്ല എങ്കിൽ നമ്മൾ ഒത്തിരി വേദനിക്കാറുണ്ട്. എന്നാൽ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അത് ഉറപ്പിച്ച് പറയുക, ലഭിക്കും, കിട്ടും. നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി ദൈവം നിങ്ങൾക്കത് തരും. അടുത്ത 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ദൈവത്തോട് ചോദിക്കുന്ന ഏവർക്കും ദൈവം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അടുത്ത നമ്മൾ 7-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുണ്ട്? നിങ്ങളുടെ മകൻ വന്ന് നിങ്ങളുടെ അടുത്ത് അപ്പത്തെ ചോദിച്ചാൽ നിങ്ങൾ ആരും കല്ല് കൊടുക്കുമോ? യേശു ചോദിക്കുക, കല്ല് കൊടുക്കുന്ന മനുഷ്യൻ ആരുണ്ട്? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? യേശു ചോദിക്കുകയാണ്. മീനിനെ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മകന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ അധികം കൊടുക്കും. കണ്ടോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും. അപ്പൊ നമ്മൾ ആദ്യം യാചിക്കുന്ന നമ്മള്, അപേക്ഷിക്കുന്ന നമ്മള് ദൈവത്തെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തോട് കുറേ അങ്ങ് അപേക്ഷിക്കും. എന്നാൽ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ മറുപടി തന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് കുറ്റം പറയും, നമ്മൾ ദൈവത്തോട് പിണങ്ങും, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല, പിന്നെ നമ്മൾ മനസ്സ് വേദനിക്കും. എന്നാൽ ഭൂമിയിലെ ഒരു പിതാവ് ഒരു മകൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥനായിരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം എത്ര അധികം നിങ്ങളെ അറിയുന്നു, എത്ര അധികം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ എത്ര അധികം ആഗ്രഹിക്കുന്നു. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഒരു സ്ത്രീ, സുറഫോനിക്കയിലെ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ മകളുടെ വിഷയവുമായി വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവള് യേശുവിൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ കാര്യത്തിൽ നീതി നടത്തി തരണം, എൻ്റെ മകൾക്ക് സൗഖ്യം തരണം എന്ന് അപേക്ഷിക്കുക. എന്ന് യേശു കാണാത്തതുപോലെ പോയി. രണ്ടാമത് ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോഴും യേശു പറയുന്ന ഒരു കാര്യം, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. പിന്നെയും അവൾ അപേക്ഷിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറില്ല. എന്നാൽ അവൾ വിശ്വാസത്തോടു കൂടെ യേശുവിനോട് പറയുന്ന ആ വാക്ക് കേട്ടു: യജമാനനെ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ നായ്ക്കൾ ഭക്ഷിക്കുന്നത്. അപ്പോ ആ വിശ്വാസമാണ്. യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ, വേണ്ടാതെ കളയുന്ന അപ്പനുറുക്കുകൾ നായ്ക്കൾ ഭക്ഷിക്കുന്നല്ലോ. അവിശ്വാസം. ഇന്ന് ഈ പകലിൽ ദൈവസന്നിധിയിൽ ദൈവമക്കൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോട് ദൈവത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയെ നോക്കി നിലവിളിക്കുക, അപേക്ഷിക്കുക. കടക്കാർ വന്നിട്ട് മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. അവിടെ ഒരു അത്ഭുതം നടക്കുക. കാനായിൽ കല്യാണ വീട്ടിൽ കുറവ് വന്നപ്പോൾ മറിയ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് കാര്യം അറിയിക്കുക. അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. ഞാൻ ദൈവമക്കളെ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങളുടെ വീട്ടിൽ 1000 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ വിഷയം, നിങ്ങളുടെ ഭാര്യയുടെ വിഷയം, നിങ്ങളുടെ മക്കളുടെ വിഷയം, നിങ്ങളുടെ കടപ്പാരം. എന്നാൽ അതിനെല്ലാം പരിഹാരിയായി ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, സർവശക്തനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, നിശ്ചയമായി ലഭിക്കും. നിങ്ങളെ ദൈവം കൈവിടത്തില്ല. ഇന്ന് പകലിൽ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളെ തൃപ്തിയോടെ പറഞ്ഞയക്കുവാൻ എൻ്റെ യേശു സർവശക്തിയുള്ള ദൈവമാണ്. നിശ്ചയമായി അത്ഭുതം നടക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും.